ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ശിവാഞ്ജലിയുടെ ഒരു പുത്തുപുത്ത വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അപ്പൂനെയും ദേവുട്ടിനെയാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടി, അമ്മേ നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിച്ചപ്പോഴത്തേനും നമ്മൾ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോണത്, അത് മമ്മിയുടെ വീടല്ലേ എന്നൊരു ചോദ്യവും ദേവുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ അപ്പു ഇരിക്കുമ്പോഴാണ് നമ്മുടെ 5 റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോഴത്തേനും അല്ല ഇതെന്താ അപ്പോൾ ബാഗൊക്കെ ആയിട്ട് ദേവുട്ടിയും കൂട്ടി നീ എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിച്ചു. ഇനി ഇവിടെ നിന്നാൽ ഞാനും എൻ്റെ മോളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതിനു മുൻപ് എനിക്ക് രക്ഷപ്പെടണം അഞ്ജു. നീ എന്തൊക്കെയാ പോയി പറയണത്? നീ എവിടം വിട്ട് എങ്ങോട്ട് പോണു? ഞാനോ എൻ്റെ വീട്ടിലേക്ക്, അമരാവതിയിലേക്കോ എന്ന് ചോദിച്ചു. അതെ, എൻ്റെ വീടെന്ന് പറയാൻ എനിക്കതല്ലേ ഉള്ളൂ. പക്ഷേ ഹരിയേട്ടൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയും ഹരിയേട്ടനും ഇനി ഒരിക്കലും അമരാവതിയുടെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞല്ലേ അവസാനമായിട്ട് ഇറങ്ങി വരുന്നത്. അത് മാത്രമല്ല, ഹരിയേട്ടനാണെങ്കിൽ നിൻ്റെ ഡാഡി മരിച്ചാൽ പോലും ആര് പറഞ്ഞാലും ആ മുഖം കാണാനായിട്ട് ഇങ്ങോട്ട് ചെല്ലില്ല എന്നറിയിച്ചിട്ടല്ലേ നീ പോകുന്നത്. അങ്ങനെ തന്നെയല്ലേ നീയും പറഞ്ഞത്. ആ വാക്ക് ഞാൻ പാലിച്ചേനെ അഞ്ജു. പക്ഷേ ഹരിയിലുള്ള എൻ്റെ വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൊണ്ട് എൻ്റെ ഡാഡിയുടെ മുന്നിൽ ചെന്ന് സമസ്ത അപരാധം പറഞ്ഞ് ചെയ്തു പോയതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നതുപോലെ ഡാഡിയുടെ മോളായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജു ഷോക്കായിപ്പോയി കേട്ടോ. ഇതെന്താ അപ്പോൾ ഇങ്ങനെ പറയണത് എന്ന് വെച്ചാൽ, അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ ഇനി എനിക്ക് ആകെയുള്ള ആശ്രയം അത് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും തീരുമാനമാകുന്നതിന് മുൻപ് ഈ വീട് വിട്ട് പോണത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്വത്തിൻ്റെയോ അവകാശ തർക്കത്തിൻ്റെയോ പേരിലല്ല അഞ്ജു. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ മോളെയും എനിക്ക് നഷ്ടപ്പെടും, ഞാനിവൾക്ക് ആരുമല്ലാതായിപ്പോവും എന്നൊരു ഇതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ തീരുമാനം എടുത്തത്. എന്താ ദേവേച്ചി, എന്താ പറയുക, ദേവൂട്ടിയെ സ്വന്തമായിട്ട് എടുക്കും എന്ന് കരുതിയിട്ടാണോ നീ പറയണത്? സില്ലിയായിട്ടാണ് നീ ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് സില്ലിയായിട്ട് നിനക്ക് തോന്നും. പക്ഷേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അഞ്ജു. നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും നീ അമ്മയെന്ന് ദേവേടത്തെ കൊണ്ട് വിളിപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് സ്നേഹം കൊടുത്ത് അമ്മയുടെ പരിലാളന കൊടുത്ത് പിന്നീട് അവരുടേതാക്കി മാറ്റിയെടുക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നീട് നമുക്ക് നമ്മുടെ മക്കൾ നമ്മൾക്കാരും അല്ലാതായി പോവും. നിനക്കെന്താ അപ്പോൾ നിൻ്റെ ബോധമൊക്കെ നഷ്ടമായോ? നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു. അതെ, ഇപ്പം നീ സംസാരിക്കുന്നത് നോർമലായ ഒരാളെ പോലല്ല. ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം. പക്ഷേ ഞാൻ എന്തായാലും ഈ സാധനം വീട്ടിൽ ഇനി നിൽക്കില്ല. വാ മോളെ എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകരുതെന്ന് പറ ചെറിയമ്മേ എന്ന് പറഞ്ഞു. മിണ്ടരുത് നീ എന്ന് പറഞ്ഞ് ദേവൂട്ടിയും വലിച്ചുകൊണ്ട് നേരെ അപ്പു ഇറങ്ങുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ കൈക്ക് കയറി നമ്മുടെ അഞ്ജു പിടിച്ചു കിട്ടോ. അപ്പോഴത്തേനും അഞ്ജു നീ ഇവിടെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പോയിരിക്കും എന്നുള്ളൊരു വാശി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. മുന്നും പിന്നെ ആലോചിക്കാതെ നീ ഇറങ്ങി പോവരുത്. അപ്പം ഇങ്ങനെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാവർക്കും അത് വിഷമാവും. അതുകൊണ്ടല്ലേ പറയണത്, ആർക്കെന്ത് വിഷമം തോന്നിയാലേ ശരി ഞാനിവിടെ നിൽക്കില്ല അഞ്ജു എന്ന് പറഞ്ഞു. നീ നിന്നെക്കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, ദേവുട്ടിയെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. അതെ, എൻ്റെ മോളെക്കുറിച്ച് കൂടി ഞാൻ ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ചിന്ത ഇനിയും എൻ്റെ മോളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവളെക്കുറിച്ച് ഇനി എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, ഒരുപാട് മോഹങ്ങളുണ്ട്. അറിയോ, ഇവിടെ നിന്നാൽ ഇനി അതൊക്കെ വെറും പാഴ് സ്വപ്നങ്ങളായിപ്പോ. ആരോടും ഒരു വാക്കും പറയാതെ നീ പോവാണോ? അപ്പോൾ ഹരിയേട്ടനോട് പോലും നീ പറയണില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഹരി തടഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹരി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വേഗം തന്നെ ഹരിയുടെ അടുത്തേക്ക് നമ്മുടെ ദേവൂട്ടി ഓടി ചെല്ലുകയാണ്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഹരി പറഞ്ഞത്. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ദേവൂട്ടി ഓടിച്ചെന്നു. എന്താ മോളെ? അത് പിന്നെ ദേവൂട്ടിയും കൂട്ടിക്കൊണ്ട് മമ്മിയുടെ വീട്ടിലേക്ക് പോവാന്നാണ് പറയണത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പായ്ക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ പോവാ ഡാഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിക്കൊന്നും മനസ്സിലായില്ല. ഹരി പതുക്കെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നേരെ അപ്പൂൻ്റെ അടുത്തേക്ക് വന്നു. എന്താ അപ്പൂ ഇത് എന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ ഹരി എന്ന് പറഞ്ഞു. അപ്പൂ നീ എന്താ ഈ പറയണത്? അതെ ഹരി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെ അടുത്തേക്ക് പോവാ എന്നാ പറഞ്ഞത്. മമ്മി വേണമെങ്കിൽ മമ്മിയുടെ വീട്ടിൽ പോയിക്കോ, എൻ്റെ വീട് ഇതല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പം കേട്ടില്ലേ മോള് പറഞ്ഞത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് നിൻ്റെ വീടാന്ന് ആരാടി നിന്നോട് പറഞ്ഞത്? അമ്മ പറഞ്ഞല്ലോ, മമ്മിയെ ഡാഡി ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാ, ഇതാ എൻ്റെ വീട്, എൻ്റെ ഡാഡിയുടെയും വീടെന്ന് പറഞ്ഞു. കണ്ടോ എന്തൊക്കെയാ മോളെ പറഞ്ഞു പിടിപ്പിച്ച് വെച്ചേക്കുന്നത് നോക്ക്.
അത് പിന്നെ നിൻ്റെ മമ്മി വന്ന് നിന്നോട് അമരാവതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ മോൾ അങ്ങോട്ട് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ട് അപ്പം അതും അപ്പൂൻ്റെ മമ്മിയുടെ വീടാണെന്നും അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും ഉള്ളതെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തതാ. എന്നിട്ട് പിന്നെ എവിടുന്നാ എന്നെ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നതാണ് എന്നെങ്കിലും ഇത് ഇവളുടെ ഡാഡിയുടെ വീടാണെന്നും ഇതാ ഇവളുടെ വീടാണ് എന്നൊക്കെ പറയാൻ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ മോൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പം അതിൻ്റെ മറുപടിയായിട്ട് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വലിയ കരുതി കൂട്ടി പറഞ്ഞതാണെന്ന് വ്യാഖ്യാനിക്കല്ലേ നീ എന്ന് പറഞ്ഞു. എടുത്ത് ചാടി വെറുതെ വിവരക്കേട് കാണിക്കാതെ മോളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാം. ഇല്ല ഹരി, ഞാൻ ഇനി തിരികെ കയറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചു കാണിക്കുക. മുമ്പൊരിക്കൽ നീ ഇതുപോലെ എടുത്തു ചാടി വാശി പിടിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ നിനക്ക്? ഞാൻ അങ്ങോട്ട് വരുമെന്ന് കരുതി പോകണ്ട. അതിന് നീ വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഹരി എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഇതായി. അപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് ചോദിച്ചു. അഞ്ജു, വേണ്ട, നീ ഇനി ഈ കാര്യത്തിൽ ഇടപെടണ്ട. അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അവൾ പോവോ വരുവോ ചെയ്തോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേങ്കിൽ എൻ്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നിൻ്റെ മോളാകുന്നത്? പിന്നെന്താ, നിൻ്റെ സ്വന്തം മോളാണോ എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ സ്വന്തം മോളല്ല, പക്ഷേങ്കിൽ 2 പേരുടെയും മോൾ തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ദേവൂട്ടിയെ ഇവിടുന്ന് വിഷമിപ്പിക്കാൻ പറ്റില്ല, അത് ഡോക്ടർ പറഞ്ഞത് നീ മറന്നുപോയോ? അപ്പം എന്താ ഹരി എന്ന് ചോദിച്ചുകൊണ്ട് ദേവി അങ്ങോട്ടേക്ക് എത്തി. എന്താ പ്രശ്നം? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു ഹരി. അപ്പം അപ്പു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പു ദേവൂട്ടിയും കൊണ്ട് അമരാവതിയിലേക്ക് പോവുകയാണെന്നാ ദേവേച്ചി പറയണത് എന്ന് അഞ്ജു പറഞ്ഞു. ഈ വീട് വിട്ടു പോവേ, എന്താ അപ്പു ഇത് എന്ന് ചോദിച്ചു. എന്താ നീ ഇങ്ങനെ ആയി പോയത് എന്ന് ചോദിച്ചു കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഇവിടെ എന്ത് പ്രശ്നം അവിടെ ഉണ്ടായത്? പ്രശ്നങ്ങൾ 1, 2 ഒന്നും അല്ലല്ലോ, ഈ കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ പരിഹരിക്കാൻ പറ്റുമപ്പോൾ ദേവിയത് നീ ദേവൂട്ടിയെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവരുത് എന്ന് പറഞ്ഞു. അപ്പം അപ്പു വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. നീ ആർക്കാ ഫോൺ ചെയ്യുന്നത്? നിൻ്റെ ഡാഡിക്കോ? അങ്ങേരുടെ കാല് ഈ ഗേറ്റ് കടന്ന് ഈ മുറ്റത്ത് കയറിയാൽ പിന്നെ ഇതുവരെ കാണാത്ത ഹരിയുടെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ടാണ് ബാലേട്ടൻ ഇറങ്ങി വരുന്നത്. എന്താടാ ഹരി എന്ന് ചോദിച്ചു. എന്താ ഇവിടെ പ്രശ്നം? ഇതെന്താ ബാഗൊക്കെ ആയിട്ട് ഉമ്മർത്ത് നിൽക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അമരാവതിയിലേക്ക് പോവാ ബാലേട്ട എന്ന് പറഞ്ഞു. എന്നെ തടയരുത് എന്നും അപ്പു പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ആദ്യം ബാലിനൊരു ഷോക്കായിപ്പോയി. പിന്നെ ബാലിന് എന്ത് പറയാനാ? ശരി, ഞാനും ദേവിയും ദേവൂട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് നീ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോ എന്ന് പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാലേ മറ്റൊന്നും കൊണ്ടല്ല, ഞാനോ ദേവിയോ ഇനി ഒരിക്കലും കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളെ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്ക് തരിക എന്ന് പറഞ്ഞു ബാലൻ. അപ്പം ഒന്നും മിണ്ടാതെ ആകെ ഷോക്കായി പോയി നമ്മുടെ അഞ്ജുനും ദേവിക്കും കേട്ടോ ബാലൻ്റെ ഈ വാക്ക്. അപ്പം ദേവി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കേട്ടോ. ബാലേട്ടൻ്റെ ഈ വാക്കിൽ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ആരും തടയില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് വേഗം തന്നെ ബാലന് പറഞ്ഞു, വാ ദേവി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മേ എന്നൊരു വിളി ദേവൂട്ടി വിളിച്ചപ്പം ആകെ ഇതായിപ്പോയി കേട്ടോ. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇവരെല്ലാവരും അകത്തേക്ക് അഞ്ജുവും കയറിപ്പോയി. അപ്പോൾ ഇവരെല്ലാവരും കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ബാഗൊക്കെ താഴെയിട്ട് നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹരിയും അകത്തേക്ക് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ബാലനെയാണ് കേട്ടോ. അപ്പോൾ ബാലൻ തൻ്റെ ആദ്യ ജീവിതത്തിലേക്ക് വന്ന ദേവീനെ ആ ഒരു സമയത്ത് ദേവിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അതെ, തന്നോട് ഈ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ അനിയന്മാരൊന്നും പ്രാപ്തിയായിട്ടില്ല, അതുകൊണ്ട് അവർ ഒരു പ്രാപ്തി എത്തുന്നത് മുന്നേ തന്നെ നമുക്കൊരു ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായൊരു ജീവിതത്തെക്കുറിച്ചോ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തകഴപ്പെടും എന്നെനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ബാലൻ പറഞ്ഞ ആ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ദേവി എന്നാ പറഞ്ഞ മറുപടി, ബാലേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. ഒരിക്കലും ഞാൻ ബാലേട്ടനെ ഈ കുടുംബത്തിൽ നിന്ന് പിരിച്ച് എൻ്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നാണ് ദേവി പറഞ്ഞത്. ആ ഒരു വാക്ക് ഇങ്ങനെ ആലോചിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ദേവി അപ്പുറത്തിങ്ങനെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നല്ല, ആകെ സങ്കടപ്പെട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിയുടെ മനസ്സിലേക്ക് വന്നത് അപ്പു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പറഞ്ഞില്ലേ, അതെ, അത് ഈ നോവ് മനസ്സിലാവണമെങ്കിൽ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കണം. അതിനുശേഷം മാത്രമേ ദേവജിക്ക് എൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇനിയും വാരിക്കോരി സ്നേഹം കൊടുത്ത് എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റരുത്, ഈ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇതൊരു അമ്മയുടെ അപേക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ്
അപ്പോൾ ആ തൊഴുകയോടെ നിന്ന ആ ഒരു രംഗം അതാണ് പെട്ടെന്ന് ദേവിയുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ദേവിയും അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ബാലൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ബാലൻ പതുക്കെ ചെന്ന് ദേവിയുടെ കാലിൽ പിടിച്ച് കരയാണ് കേട്ടോ, വിങ്ങിപ്പൊട്ടി. അപ്പോൾ ദേവി ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ബാലേട്ടാ, ബാലൻ എന്താ ഈ കാണിക്കണത് എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്ത അപരാധത്തിനുള്ള പ്രായശ്ചിത്തമായത്. തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി. എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് ഒരമ്മയാകാനുള്ള നിൻ്റെ അവകാശത്തെ ഞാൻ നിഷേധിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധം. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും താലോലിക്കാനും താരാട്ട് പാടാനും ലാളിക്കാനും ഒക്കെയുള്ള തൻ്റെ ഒരു സ്വപ്നങ്ങളെ മുഴുവൻ മോഹങ്ങളെയും ഒക്കെ തല്ലിക്കെടുത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടടയിൽ ഞാൻ എന്താ പറയുക എരിച്ച് കളഞ്ഞില്ലേ ദേവി, ഞാൻ അത്രയ്ക്ക് ക്രൂരനാ, മഹാപാപിയാ ഞാൻ എന്നൊക്കെ സ്വന്തം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തൊക്കെയാ ബാലേട്ട ഈ പറയണത് എന്ന് ചോദിച്ചു. തന്നോട് ചെയ്ത് ഈ പാപത്തിന് ഞാൻ എന്ത് പരിഹാരമാണ് ദേവി ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ബാലേട്ട, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ ബാലേട്ട, വിട്ടേരെ, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ബാലേട്ടൻ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു കേട്ടോ. ബാലേട്ടനായിട്ട് ഇനി അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറയണമെന്ന് കേൾക്ക് എന്ന് പറഞ്ഞു. അതെ, ഇല്ല ഇല്ല, ഞാൻ ഇനി സങ്കടപ്പെടുത്തില്ല കേട്ടോ, ഇനി ബാലൻ കരണില്ല എന്ന് പറഞ്ഞ് വേഗം കണ്ണു തൂത്തു. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ താൻ എൻ്റെ ഒപ്പം വരണം, നമുക്ക് ഒരിടം വരെ പോകണം എന്ന് പറഞ്ഞു. എവിടെയാ എന്താന്നോ, ഇനി എവിടെയാണോ എന്താണോ ഒന്നും ചോദിക്കണ്ട, അതിന് വൈകിക്കാൻ പാടില്ല എന്ന് ബാലൻ തീരുമാനിച്ചു. അപ്പോൾ ദേവി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നിന്നു. പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജുവിനെയും ശിവനെയാണ്. അപ്പോൾ ഈ ശിവനോട് നടന്ന കാര്യങ്ങളൊക്കെ അഞ്ജു ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശിവൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു കാര്യങ്ങളും അറിഞ്ഞില്ല എന്ന് ചോദിച്ചു. മേലിൽ ഇനി ദേവുട്ടിയുടെ ഒരു കാര്യത്തിലും ദേവേച്ചിയും ബാലേട്ടനും ഇടപെടില്ല എന്ന് അമ്മയുടെ അച്ഛൻ്റെയും ആത്മാക്കളെ സാക്ഷി നിർത്തിയാൽ പറയണമെന്നും പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ദേവേച്ചി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഹരിയേട്ടനൊന്നും പറഞ്ഞില്ലേ? ഹരിയേട്ടൻ എന്ത് പറയാനാ, ആകെ ഷോക്ക് ഏറ്റതുപോലെ ആയിപ്പോയി പാവം. എന്ത് പറയാനാ, കരഞ്ഞോണ്ടാ ദേവേച്ചി അകത്തേക്ക് കയറിപ്പോയത്. പിന്നെ എനിക്കും അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, ഞാനും കയറിപ്പോന്നു ശിവേട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ ആകെ ചങ്ക് പൊട്ടിയതുപോലെ ആയിപ്പോയി കേട്ടോ, വല്ലാത്തൊരു വിഷമം ചങ്കിനകത്ത് ഇങ്ങനെ നീർക്കിട്ടിയതുപോലെ. ശിവേട്ട, പിന്നെ എന്ത് പറഞ്ഞിട്ടാ ഹരിയേട്ടൻ അപ്പുവേടത്തിയെ അമരാവതിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ല, അപ്പോഴത്തെ ഇനി ഈ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് വലിയേട്ടൻ്റെയും വലിയേടത്തിയുടെയും മുഖത്ത് എങ്ങനെ നോക്കും എന്ന് ചോദിച്ചു. വലിയേടത്തിക്ക് അടുത്തേക്ക് പോകാതെ അപ്പോഴത്തെ പറയുന്നത് കേട്ട് അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഏത് നേരവും മുറിയിൽ അടച്ചു പൂട്ടിയിടാൻ കഴിയില്ലല്ലോ. എന്തോ അപരാധം ചെയ്തതുപോലെയാണ് നമ്മുടെ വലിയേട്ടൻ അപ്പുവിനോട് സംസാരിച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ശിവേട്ട. എന്തൊരു കഷ്ടം. അങ്ങനൊരവസ്ഥയിൽ വലിയേട്ടനെയും ദേവേച്ചിയും ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല ശിവേട്ട. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ നെഞ്ച് നീറുക, അറിയോ നിനക്ക് എന്ന് ചോദിച്ചു. സത്യം പറയട്ടെ, വലിയേട്ടൻ്റെ കയ്യും പിടിച്ച് വലിയേടത്ത് ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാ എൻ്റെ മനസ്സിലിരിക്കണത് എന്ന് പറഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നോ? എന്താ പറയുക, അമ്മയുടെ ഏറ്റവും വലിയ പേടി സ്വന്തം കൈപ്പിടിയിൽ ദേവേടത്തെ ഒതുക്കി കളയുമോ എന്നായിരുന്നു. ഞാൻ കണ്ണനും ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, വലിയിടത്തെ കാണുമ്പോൾ ഒളിച്ച് നിന്നിരുന്ന് ഞങ്ങളെ മാടി വിളിച്ച് മക്കളെ പോലെ ചേർത്ത് പിടിക്കുക ചെയ്തത്. പിന്നെ ഞങ്ങളുടെ പേടി മാറ്റി തന്നത് വലിയിടത്തെയാണ്. അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ സ്ഥാനമായി. ഏകദേശം അവന് 2 വയസ്സുള്ളപ്പോഴാന്ന് തോന്നുന്നു അവൻ ആ വലിയിടത്തിനെ അമ്മയിടത്തിന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നീട് ആ പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുളിക്കാൻ പോകും. അപ്പോൾ ആ കുളി കഴിഞ്ഞ് വരുമ്പോഴും തല തോർത്തി തരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മനസ്സിൽ. കണ്ണ് നിറഞ്ഞല്ലോ. ഒന്നുമില്ല, പഴയ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു പോയതാ എന്ന് പറഞ്ഞു. വേണ്ട, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ശിവേട്ട, നമ്മുടെ കുഞ്ഞ് ഇനി ദേവേച്ചിയുടെ സ്നേഹം അനുഭവിച്ച് വളർന്നാൽ മതി. ദേവേച്ചി അമ്മയെന്ന് വിളിച്ചാലും മതി. ആ സ്നേഹവും ആ പരിലാളനയും ഒക്കെ കേട്ട് ആ ഒരു സ്നേഹത്തിൽ വേണം നമ്മുടെ കുഞ്ഞ് വളരാൻ. അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ് എന്ന് അഞ്ജുവും പറഞ്ഞു. അപ്പോൾ ശിവനും സമ്മതിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ബാലനെയും ദേവീനെയാണ്. അപ്പോൾ 2 പേരും തോമസ് വക്കീലിനെ കാണാനായിട്ട് വക്കീലാഫീസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ വക്കീലാഫീസിലേക്കെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ചായ കേട്ടോ. പിന്നെ ദേവി വീട്ടിൽ വരുമ്പോൾ ഇട്ട് തരുന്ന അത്ര ചായയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വക്കീലിങ്ങനെ പറയുകയും ചെയ്തു. അപ്പം ദേവി ഒരു ചിരിയൊക്കെ ചിരിച്ചു. പിന്നെ ഉണ്ടല്ലോ, സത്യം പറയട്ടെ, അമ്മ അന്ന് ഈ വിൽപ്പത്രം എഴുതുമ്പം ഈ സാധനം വീട് ഇങ്ങനെ ചിന്നാഭിന്നമായി ഇങ്ങനെയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അകപ്പെട്ടു പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ബാല എന്ന് പറഞ്ഞു.
എന്ത് ചെയ്യാനാ വക്കീൽ സാറേ, ഓരോരുത്തരുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ബാലൻ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.